ഇന്നൊരു കഥ പറയാം. ഒരു മുത്തശ്ശിയുടെയും കൊച്ചുമോൻ്റെയും രസകരമായ സ്നേഹത്തിൻ്റെ കഥ. നല്ല മഴയാണ്. അപ്പോൾ ഒരു 6-7 ദിവസം മുന്നേ അച്ഛനും അമ്മയും അപ്രതീക്ഷിതമായി വിശാഖപട്ടണത്ത് വന്നു. അവർ വന്ന ആ ഒരു കുഞ്ഞു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അവരാദ്യമായിട്ടാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത്. എന്നെ കാണുന്നതിലുപരി മോനെ കാണുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. എല്ലാ അമ്മാമ്മയ്ക്കും അപ്പൂപ്പന്മാർക്കും ഉള്ള ഒരു ഇതാണ്. ചെറുമക്കളായിക്കഴിഞ്ഞാൽ അവരുടെ അടുത്തൊരു പ്രത്യേക വാത്സല്യമായിരിക്കും. അവരെ പൊന്നുപോലെ നോക്കും. നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതും കൊഞ്ചിക്കുന്നതും ചിലപ്പോഴൊക്കെ അവരായിരിക്കും. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ദിവസമാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കാൻ. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാനേ മറന്നു പോകും. ആ സമയം തന്നെ തികയാതെ വരും. അപ്പോൾ അച്ഛൻ രാവിലെയാണ് ട്രെയിനിൽ പോയത്. ഉച്ചയ്ക്കും രാത്രിയത്തേക്കും ഫുഡ് കൊണ്ടുപോയി. അച്ഛൻ വന്ന അന്ന് മുതൽ അച്ഛനാണ് എല്ലാം സിദ്ധൂട്ടൻ ചെയ്യുന്നത്. ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുകയില്ല. മറ്റത് എൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്ത് മാത്രം കിടക്കുന്നവൻ അച്ഛൻ വന്ന ഉടനെ പ്ലേറ്റ് മാറ്റും. പിന്നെ അച്ഛൻ്റെ അടുത്തേ കിടക്കും. അച്ഛൻ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ ഈ മുഖം മാറിയിരിക്കുന്നത് തന്നെ അച്ഛൻ അവനെ കൊണ്ടുപോകോ ഇല്ലേ എന്ന സംശയത്തിലാണ്. ആ കുഞ്ഞു മനസ്സിൽ സന്തോഷം കണ്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. വരുമ്പോഴത്തേക്കും ആ ഒരു കരച്ചിലുണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ എല്ലാ കാര്യം ചെയ്യണത്. അവ അച്ഛനെ വിളിക്കുന്നത് തത്തത്ത എന്നാണ്. അവന് യഥാർത്ഥത്തിൽ നല്ല സംശയമുണ്ട് അവനെ കൊണ്ടുപോകുമോ, തത്തത്തെ കൊണ്ടുപോകുമോ എന്നുള്ളതിൽ. പിന്നെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അച്ഛനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവൻ നല്ല കരച്ചിലായിരിക്കും. അച്ഛൻ വന്ന അന്ന് മുതൽ അവനെ കൊണ്ടാക്കുന്നത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ താഴെ സ്കൂൾ വണ്ടി വരും. അച്ഛൻ എടുത്തോണ്ടാണ് നിൽക്കുന്നത്. ഞാൻ കൊണ്ടാക്കുമ്പോൾ അവനെ എടുക്കാറേ ഇല്ല. പക്ഷേ അച്ഛൻ്റെ അടുത്ത് അവനൊരു സ്പെഷ്യൽ ഫ്രീഡവും സ്പെഷ്യൽ സ്നേഹമാണ്. അച്ഛൻ അങ്ങനെയാണ് അവനെ താലോലിക്കുന്നത്. നമ്മളാകുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും അമ്മാമ്മയും ഒക്കെയാണ് വഴക്ക് പറയും. എന്തെങ്കിലും കുരുത്തക്കേടാണിക്കും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വഴക്ക് പറയും. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. അവനെ പറഞ്ഞു വിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ റെഡിയായിട്ട് പോയി. എനിക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ കുറേ ദിവസം നമ്മുടെ അടുത്ത് നിന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സങ്കടമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചേട്ടനാണ് അച്ഛനെ കൊണ്ടാക്കിയത്. നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ആൾ പോവാണ്. അപ്പോൾ സിദ്ധൂട്ടൻ വന്നു. വൈകിട്ട് അമ്മയാണ് പിക്ക് ചെയ്യാൻ പോയത്. അപ്പോൾ അമ്മയുടെ ചോദിച്ചു തത്തത്തെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മുകളിലുണ്ടെന്ന് പറഞ്ഞു. അവന് വരുന്നതിൻ്റെ സന്തോഷമാണ്. കാരണം വന്നിട്ട് തത്തയുടെ കൂടെ ചിറയെങ്കിൽ പോവാലോ എന്ന സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിയിൽ വരാണ്. ഇപ്പോൾ അവൻ്റെ മുഖം മാറും. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ്റെ സങ്കടം മാറിയില്ല. 2 ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അവൻ പറഞ്ഞിട്ട് വരണേ നാട്ടിലോട്ട് പോകുന്നെന്ന്. അത്രയും സന്തോഷമായിട്ട് വന്നതാണ് പോവാലോ എന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വെക്കേഷനോ അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും കൊണ്ടുപോയനെ. കരയിപ്പിക്കാൻ നിൽക്കുകയില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്തല്ല, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അവന് ക്ലാസ്സും ഉണ്ടല്ലോ. എല്ലാ ഗ്രാൻഡ് പാരൻസും കൊച്ചുമക്കളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. വലുതാവുമ്പോൾ അവൻ ഈ വീഡിയോ കാണുമ്പോൾ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വീഡിയോ ആയി മാറും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അന്ന് അവൻ ഈ വീഡിയോ കാണുന്നത് ഒരു ചെറു പുഞ്ചിരിയോട് കൂടി മാത്രമായിരിക്കും. എന്നും ഇങ്ങനെയുള്ള സ്നേഹം കണ്ണു തട്ടാതിരിക്കട്ടെ. ബായ്.